മഴ കനത്തതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തൃശൂരിലെ കോൾ കർഷകർ. ബണ്ട് പൊട്ടി കോൾപ്പാടശേഖരത്ത് വൻ കൃഷിനാശമുണ്ടായി. കാര്യാട്ടുകരയിൽ രണ്ടിടത്ത് ബണ്ട് പൊട്ടി 150 ഏക്കറിലധികം കൃഷി നശിച്ചു. പാടശേഖരത്ത് വൻതോതിൽ ചണ്ടി അടിഞ്ഞുകൂടിയതോടെ ഭൂമി കൃഷിയോഗ്യമല്ലാത്ത സാഹചര്യമാണ്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കോൾപ്പാടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൃഷി നശിക്കുമെന്ന ആശങ്കയിലായിരുന്നു കർഷകർ. അതിനിടയിലാണ് പുലർച്ചെ 2 മണിയോടെ കാര്യാട്ടുകര മാരാർ കോൾപ്പാടത്ത് ബണ്ട് പൊട്ടുന്നത്. വെള്ളത്തിനൊപ്പം ഒരാൾ പൊക്കത്തിലുള്ള ചണ്ടിയടക്കം മണിനാടൻ പാടശേഖരത്തേക്കും എൽത്തുരുത്ത് പാടശേഖരത്തേക്കും കുത്തിയൊലിച്ചെത്തി. വെള്ളത്തിന്റെ ശക്തി താങ്ങാനാവാതെ എൽത്തുരുത്ത് പള്ളിപ്പാടത്തെ ബണ്ടും തകർന്നു. ഇതോടെ 150 ഏക്കറിലേറെ കൃഷി നശിച്ചുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. 40 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് നശിച്ചത്. ഒരു ബണ്ട് പൊട്ടിയിട്ട് ഒരു 15-20 മീറ്ററോളം സ്ഥലത്ത് പൊട്ടിയിട്ട് അവിടെ നിന്നുള്ള വേസ്റ്റ് മുഴുവൻ, അത് പുല്ലും ഇതും നിറഞ്ഞ എല്ലാ വേസ്റ്റുകളും കൂടി ഒരുമിച്ച് ഒരു ഉരുൾപൊട്ട് വന്ന പോലെ മൊത്തമായിട്ട് ഈ പാടശേഖരത്തിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഫുള്ള് 60 ഏക്കറോളം കൃഷി ചെയ്തിരുന്ന ഒരു പാടശേഖരമായിരുന്നു. അതിൻ്റെ മൊത്തം എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിച്ച് ഒരു കൃഷി മുഴുവൻ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 30-40 ദിവസത്തോളം നെൽകൃഷിക്ക് പ്രായമായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 2 ആൾ പൊക്കത്തിൽ വെള്ളം ഇവിടെ നിറഞ്ഞു കയറിയിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ മുകളിൽ ഈ വേസ്റ്റുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പാടശേഖരത്ത് വലിയ തോതിൽ ചണ്ടി അടിഞ്ഞതോടെ അത് നീക്കം ചെയ്താൽ മാത്രമേ ഭൂമി പോലും കൃഷിയോഗ്യമാകൂ. തൃശൂർ മനക്കുടി പുള്ള റോഡ് കവിഞ്ഞ വെള്ളമൊഴുകിയതിനെ തുടർന്ന് മനക്കുടി വാര്യം കോൾപ്പടവിലെ 118 ഏക്കർ കൃഷിയും നശിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ തോത് എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടി പൂർണ്ണമായിട്ടും ശരിക്കും ഇതിനകത്ത് നിന്ന് റിക്കവർ ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നെൽകൃഷി ഇറക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ സാധ്യമായിട്ടൊരു കാര്യമായിരിക്കില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി വർദ്ധിത വീര്യമുള്ള കർഷകർ ഒരുപാട് കർഷകരാണ് മാരാർ കോൾപ്പടവിലും എൽത്തുരുത്ത് കോൾപ്പടവിലും ഉള്ളത്. ഇതിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചണ്ടികളും വേസ്റ്റുകളും അതുപോലെ തന്നെയുള്ള ഓറപ്പുല്ല് പോലത്തെ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ശരിക്കും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രഡ്ജർ ഇറക്കിക്കൊണ്ട് ശരിക്കും അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ പ്രാമുഖ്യം നൽകുന്നത്. നഷ്ടപരിഹാരവും എത്രയും പെട്ടെന്ന് കൃഷി പുനരാരംഭിക്കാനുള്ള മാർഗവും ലഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. ബണ്ട് പൊട്ടിയതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത്. വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ഭൂമി കൃഷിക്ക് യോഗ്യമല്ലാതായി എന്ന് കർഷകർ പറയുന്നു. അടിയന്തര സഹായം ലഭിച്ചില്ല എങ്കിൽ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും കർഷകർ പറയുന്നു. ഇവിടെ ഈ പൊട്ടുന്നതിന് പ്രധാന കാരണമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇവിടെ ഈ മാരാർ കോൾപ്പടവിനോടും മണിയാടൻ കോൾപ്പടവിനോടും ചേർന്ന് എടുക്കുന്ന ഒരു കനാലുണ്ട്. ഈ കനാൽ ഇറിഗേഷൻ്റെ ആണോ KLDCയുടെ ആണോ എന്നുള്ള തർക്കത്തിൽ പെട്ടുകിടക്കുന്ന കനാലാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് അത് ക്ലിയർ ചെയ്യാത്തോടത്തോളം കാലം ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഒഴുക്കുണ്ടാവില്ല. കരയാണ്ട് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണീര് ആ സമയത്ത് തലയിട്ട് വീഴാനുള്ള കണ്ടീഷനായിരുന്നു. ആ കാഴ്ച കാണും ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുന്നു ഞങ്ങൾ കർഷകർ മുഴുവനും. ഇതിന് ഞങ്ങളെല്ലാവരും ദുഃഖിതരാണ്. കാരണം ഒരു കർഷകൻ്റെ അധ്വാനം എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ളതാണ്. ഇത് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഇടപെട്ട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറായിട്ടും കൂടി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൃഷി ഓഫീസറോട് ഇവരുടെ ഈ നാശനഷ്ടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടും ബണ്ടിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഹരീഷ് നാരായണനൊപ്പം ചേരുകയാണ്. ഹരീഷ്, ഈ കർഷകരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അവർ. എന്തായാലും വലിയൊരു കൃഷിനാശം, വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണം എന്ന് തന്നെയല്ലേ ഇവരുടെ ഒരു ആവശ്യം? ഹരീഷ്. ഈ തൃശ്ശൂർ കാര്യാട്ടുകരയിലുള്ള കോൾ പാടശേഖരത്തിലെ 2 ബണ്ടുകളാണ് കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം പൊട്ടിയത്. ബണ്ട് പൊട്ടിയതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഈ ഒരു വെള്ളം പാടശേഖരത്തേക്ക് ഒലിച്ചിറങ്ങുകയും ഏകദേശം 150 ഏക്കറിലധികം കൃഷി വെള്ളത്തിനടിയിലാവുകയും പൂർണ്ണമായും നശിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്നാണ് കർഷകർ പറയുന്നത്. കർഷകർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം, സാമ്പത്തികമായൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ബണ്ട് പൊട്ടുന്നത് ആദ്യമായാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ബണ്ട് പൊട്ടിയിരുന്നു, പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഒലിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ്, ഈ ചണ്ടി അടക്കമുള്ള വേസ്റ്റുകൾ ഇങ്ങോട്ട് ഈ പാടത്തേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ആദ്യമായാണെന്ന് പറയുന്നു. അങ്ങനെ ഒഴുകിയെത്തിയോട് അത് കാരണം തന്നെ ഈ ഒരു കൃഷി പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യമാണ്. ഇനി അത് പുനർനിർമ്മിക്കാൻ അല്ലെങ്കിൽ കൃഷി വീണ്ടും തുടങ്ങാൻ ഒരിക്കലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു പ്രദേശം മാറി മുഴുവൻ വെള്ളക്കെട്ടായി മാറുന്ന ഒരു സാഹചര്യം
സാഹചര്യത്തിലേക്ക് ഈ ഒരു പ്രദേശം എത്തി എന്നാണ് ഇപ്പോൾ കോൾ കർഷകർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരു ആശങ്കയിലും വലിയ ഒരു സങ്കടത്തിലൊക്കെയാണ് ഈ ഒരു കർഷകർ. നമ്മളപ്പോൾ ഈ ഒരു കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ഉടൻ തന്നെ ഈ ഒരു കാര്യങ്ങൾക്ക് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഉറപ്പിലും ആ ഒരു പ്രതീക്ഷയിലുമാണ് നിലവിൽ ആ ഒരു കർഷകരുള്ളത്. എന്തായാലും വലിയ ആശങ്കയ്ക്ക് ഇടവെച്ചിരിക്കുന്നു ഈ ഒരു കോൾ കർഷകർ എന്നുള്ളതാണ്. മഴ വീണ്ടും തുടങ്ങിയതോടുകൂടി വലിയ കൃഷിനാശം അവരെ വീണ്ടും വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഉടൻ നടപടി കണ്ടില്ലെങ്കിൽ തുടർ നടപടി അല്ലെങ്കിൽ സമരമാർഗങ്ങളിലേക്ക് അടക്കം കടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് തീർച്ചയായും ഹരീഷ്, എന്തായാലും ഹരീഷ് സൂചിപ്പിച്ച പോലെ ഈ ഒരു കൃഷിനാശം ഈ കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. സർക്കാർ അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് ടോപ് 10 അഭ്യർത്ഥിക്കാനുള്ളത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ഹരീഷ് നാരായണൻ.